2008 ഇന്ത്യൻ മാർക്കറ്റിൽ ടൊയോട്ട ഒരു കൊമ്പൻ ഇറക്കിയിട്ടുണ്ട്. അത് ഏതാ മുതൽ നോക്കുകയാണെങ്കിൽ 2008 മുതൽ 11 കാലഘട്ടം വരെയാണ് ഈ ഒരു മുതൽ ഇറങ്ങിയത്. ഒറ്റ മോഡലേ ഇറങ്ങിയിട്ടുള്ളൂ. മാനുവൽ 4 വീൽ ഡ്രൈവ്, ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 2010 മോഡലാണ്. ഒരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇപ്പം ഇങ്ങോട്ട് കേൽപ്പത്തിലേക്ക് നമ്പറായ വണ്ടിയും കൂടിയാണ് കേട്ടോ. ഒരു സിൽവർ കളറിലാണ്. നല്ല അടിപൊളി ലുക്കിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. അവിടെ ഇവിടെ ചെറുതായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വണ്ടി ഒരു ഒന്നൊന്നര ലുക്കാണ്. കാടായാലും കുന്നായാലും ഈ ചെളി കൂടെ ആണെങ്കിലും റോട്ടിൽ കൂടെ ആണെങ്കിലും എവിടേക്കും പറ്റുന്ന ഒരു ഐറ്റം തന്നെ കേട്ടത്. ഒരു സിൽവർ കളറിലാണ്. ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫൂട്ട് റെസ്റ്റ് ഇല്ല കേട്ടോ. രണ്ട് സൈഡിൽ ഫൂട്ട് റെസ്റ്റ് ഇല്ല. അത് വെക്കാനുള്ളതാണ് കേട്ടോ. അതില്ലാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 40 അബവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 17 സൈസ് അലോവിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് അവിടെ എഴുതിക്കണം ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് എന്ന് പ്രത്യേകിച്ച് എഴുതിക്കണം. ടൊയോട്ട ഫോർച്യൂണർ എന്നൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആ ഫുട്ട് റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു അപാകത അവിടെ കാണിക്കുന്നുണ്ട്. അല്ലാതെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഇതാ ഒറ്റ മോഡൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടത്. ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി ലുക്കിലൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ആക്കി ചെയ്യാനും പറ്റുന്നതാണ്. നല്ല ലുക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രീമിയം ലുക്ക് എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു എന്തോ പോലെയൊക്കെ തോന്നും. നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് ഇരുത്തട്ടോ. ഈ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡാഷ്ബോർഡ്. പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് ആണെങ്കിൽ കോളിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ AC യുടെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ 2 ഗിയർ നോബ്. ഇത് നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും പറഞ്ഞ നോബ്. ഈ ചെറിയ നോബാണിത്. നമ്മൾ റോഡിനനുസരിച്ച് റോഡാണോ കുന്നാണോ ചളിയാണോ അതിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇത് HL, പിന്നെ ഒരു ന്യൂട്രൽ, പിന്നെ LL, അങ്ങനെ 4 ഓപ്ഷനാണ് ഈ ഗിയറിന് ചേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നതിനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഭാഗത്താണെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതുണ്ട്. മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുണ്ട്. ഇത് കീ കൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റൂഫിൽ ചെറുതായിട്ട് നൂല് പൊന്തിക്കണം. ഇത് നമുക്ക് ട്രിം ചെയ്ത് കളയാം കേട്ടോ. ഇത് വണ്ടി ഇങ്ങനെ വന്ന മാതിരി നമ്മൾ വീഡിയോ എടുക്കുകയാണ്. വേറെ കൂടുതലൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്പറാക്കിയിട്ടുള്ളൂ, ജസ്റ്റ് നമ്പറാക്കിയിട്ടുള്ളൂ. പിന്നെ സീറ്റ് കവറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സീറ്റൊക്കെ കുഴപ്പമില്ല. ഈ ഫ്രണ്ടിൽ 2 സീറ്റും ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ഡാമേജ് ഉണ്ട്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാത്തതെന്ന് വെച്ചാലേ ഈ വണ്ടി എടുക്കുന്നവർ അധികം ആൾട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. ഇത് കൂടുതലും ആൾട്ടർ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഈ വണ്ടി തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്താൽ അത്രയും ബഡ്ജറ്റ് നമുക്ക് കൂടില്ലേ. അപ്പോൾ നമ്മളത് ചെയ്യാതെ വെച്ചത്. ഇത് ആൾട്ടർ ചെയ്യാനൊക്കെ നമുക്ക് ആ ബഡ്ജറ്റ് അത്രയും ബഡ്ജറ്റ് നമുക്ക് കുറച്ചുകൊണ്ട് പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചത്. ഇതാ ഇവിടെ നോക്കണേ, ഒരു പുടുത്തുണ്ട്. ഈ ഭാഗത്തുണ്ട് ആ ഭാഗത്തുണ്ട്. ഇത് ടൊയോട്ട കണ്ടറിഞ്ഞ് കൊടുത്തതന്നെയാണ്. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പിടിച്ചിരിക്കണ്ടേ, അതിന് കൊടുത്തതന്നെയാണ്. ഇതിട്ട് ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് നമ്മളിതിലുമേ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത്. ഈ വണ്ടിയെക്കുറിച്ച് ചെറിയൊരു വിവരണമൊക്കെ നമുക്ക് തന്നെ നമ്മൾ അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ കമൻറ്റിൽ ഇതൊന്ന് അറിയിക്കും ചെയ്യാം കേട്ടോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,75,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.